അങ്ങനെ യൂറോപ്പിലുണ്ടായിരുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പൂർവികർ തണുത്ത് മരവിച്ചും ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്നും മരിച്ചുപോയി. ഈ വലിയ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന പൂർവികർക്കെല്ലാം വംശനാശം സംഭവിച്ചു. കാലം പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചു. മിച്ചമുണ്ടായിരുന്ന മനുഷ്യരുടെ പൂർവികർക്കെല്ലാം പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്നത്തെ മനുഷ്യനുമായി ഏറെ സാമ്യമുള്ള, കാലാവസ്ഥാ വ്യതിയാനങ്ങളെയെല്ലാം അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശക്തിയുള്ള, ഇന്നത്തെ മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിയും കഴിവുകളും എല്ലാമുള്ള ഒരു പ്രത്യേക വിഭാഗം രൂപം കൊണ്ടു. ഹോമോ നിയൻഡർതാൾസ്. ഐസ് ഏജ് അഥവാ ഹിമയുഗം. നമ്മൾ ഇന്ന് വസിക്കുന്ന ഭൂമിയേക്കാളും തികച്ചും വ്യത്യസ്തമായിരുന്ന ഭൂമി. ഇന്നത്തെ ആർട്ടിക് പ്രദേശങ്ങളിലെ പോലെ തന്നെ ഭൂമിയുടെ സിംഹഭാഗവും മഞ്ഞു മൂടിക്കിടന്നിരുന്ന കാലഘട്ടങ്ങൾ. 460 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉത്ഭവിച്ച ശേഷം പലതവണ ഇതുപോലെ ഭൂമി മുഴുവൻ മഞ്ഞുമൂടി ഒരു മഞ്ഞുകട്ട പോലെയായി മാറിയിട്ടുണ്ട്. അവയിൽ ഏറ്റവും വലിയ മഞ്ഞുമൂടൽ സംഭവിച്ചത് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 11,700 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച അവസാനത്തെ ഹിമയുഗം. നമ്മെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ കാലഘട്ടമായിരുന്നു അത്. കാരണം ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യരായി നമ്മൾ പിറവിയെടുക്കുന്നത് ഇതേ കാലഘട്ടത്തിലാണ്. നമ്മൾ മാത്രമല്ല, ആധുനിക മനുഷ്യരോട് ഏറെ സാമ്യമുണ്ടായിരുന്ന നമ്മുടെ തൊട്ടടുത്ത ബന്ധുവായിരുന്ന നിയൻഡർതാൽ മനുഷ്യർ പിറവിയെടുത്തതും അവർ ഇല്ലാതായിപ്പോയതും അതേ കാലഘട്ടത്തിൽ തന്നെയാണ്. ഏകദേശം 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. അന്ന് ഭൂമിയുടെ സിംഹഭാഗവും മഞ്ഞു മൂടി കിടക്കുകയാണ്. ഗ്ലേഷ്യറുകൾ എന്നറിയപ്പെടുന്ന വലിയ മഞ്ഞുപാളികൾ വടക്ക് നിന്നും പുറപ്പെട്ട് ഏഷ്യ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ മുഴുവൻ മൂടിക്കഴിഞ്ഞു. ചില പ്രദേശങ്ങളിൽ ഏകദേശം 1.5 മീറ്ററോളം ഉയരത്തിൽ മഞ്ഞുപാളികളുണ്ട്. ഈ വലിയ ഹിമപാളികൾ സമുദ്രജലത്തെ വലിച്ചെടുക്കുന്നത് കൊണ്ട് സമുദ്രത്തിലെ ജലനിരപ്പ് വളരെയേറെ താണു. ഇതിൻ്റെ ഫലമായി പുതിയ കരകൾ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഐസ്ലാൻഡ്, ബ്രിട്ടീഷ് ദ്വീപുകളെല്ലാം യൂറോപ്പിനോട് ചേർന്നു. മെഡിറ്ററേനിയൻ കടൽ ഒരു ചെറിയ തടാകത്തെ പോലെയായി മാറി. ആഫ്രിക്കയും യൂറോപ്പും തമ്മിൽ കരമാർഗം ബന്ധപ്പെട്ടു. ഈ സമയത്ത് ഉഷ്ണമേഖലാ പ്രദേശത്ത് സുഖമായി ജീവിച്ചിരുന്ന ജീവജാലങ്ങൾക്ക് ജീവിതം ദുസ്സഹമായി മാറി. ഈ കൊടിയ തണുപ്പിനോട് പ്രതിരോധിക്കുവാൻ അവർക്കത്ര എളുപ്പമായിരുന്നില്ല. പലർക്കും വംശനാശം സംഭവിച്ചു. പലതും നാമാവശേഷമായി പോയി. എന്നാൽ മറ്റു പല ജീവികൾ ഈ മഞ്ഞുകാലത്തോട് പടപൊരുതി അതിജീവിച്ചു കൊണ്ടേയിരുന്നു. ചെറിയ ജീവജാലങ്ങൾ, വലിയ സസ്തനികൾ, ഇന്നുള്ളതും ഇല്ലാത്തതുമായ ധാരാളം പക്ഷികൾ. ഇവരെല്ലാം പരിസ്ഥിതിയുടെ ഈ കഠിന സാഹചര്യങ്ങളോട് നിരന്തരം പടപൊരുതി അതിജീവിച്ചു വന്നു. രോമക്കുപ്പായം അണിഞ്ഞ വലിയ മാമത്തുകൾ, വളഞ്ഞ വാളുപോലെ ഭീകര പല്ലുകളുള്ള സ്മിലോഡോൺ, മെഗാതേരിയം. ഇന്ന് നമ്മൾ കാണുന്ന ധാരാളം ജീവജാലങ്ങളും ഇന്നത്തെ രൂപത്തിലല്ലെങ്കിലും അന്നേ ജന്മമെടുത്തിയിട്ടുണ്ടായിരുന്നു. ആൾക്കുരങ്ങുകൾ, എലികൾ, മാൻമൃഗങ്ങൾ, വലുതും ചെറുതുമായ ധാരാളം കന്നുകാലി വർഗ്ഗങ്ങൾ, കടുവകൾ, കരടികൾ, പരുന്തുകൾ, താറാവുകൾ, അങ്ങനെ ധാരാളം ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങൾക്കെല്ലാമൊപ്പം ഒരു വിഭാഗം മനുഷ്യരും ഉണ്ടായിരുന്നു. ഹോമോ നിയൻഡർതലേൻസിസ് എന്ന നിയൻഡർതാൽ മനുഷ്യർ. ഏകദേശം 1 ലക്ഷം വർഷങ്ങൾക്കും 40,000 വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടമായിരുന്നു അവരുടെ സുവർണ്ണ കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ യൂറോപ്പ് മുതൽ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യ വരെ വ്യാപിച്ചു കിടന്നിരുന്ന തണുത്തുറഞ്ഞ പ്രദേശത്തായിരുന്നു നിയൻഡർതാൽ മനുഷ്യർ ജീവിച്ചിരുന്നത്. ആധുനിക മനുഷ്യരുമായി ഒരുപാട് സാമ്യമുണ്ടായിരുന്നു എങ്കിലും അവരൊരിക്കലും നമ്മെപ്പോലെ ആയിരുന്നില്ല. പുരുഷന്മാർക്ക് ഏകദേശം 5 അടി 5 ഇഞ്ച് ഉയരവും സ്ത്രീകൾക്ക് 5 അടി 1 ഇഞ്ച് ഉയരവുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊടിയ തണുപ്പത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ചർമ്മത്തിന് വെളുത്ത നിറവും മുടിക്ക് ചുവന്ന നിറവുമായിരിക്കും ഉണ്ടായിരുന്നത്. ഈ തണുത്ത പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആധുനിക മനുഷ്യരെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മേക്കാളും വലിപ്പം കൂടിയ മൂക്കായിരുന്നു അവരുടേത്. ഒരു ശ്വാസത്തിൽ തന്നെ ധാരാളം വായു അവർക്കുള്ളിലേക്ക് വലിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നു. ഉള്ളിലേക്ക് വലിക്കുന്ന ഈ വായുവായിരുന്നു അവരുടെ ശരീരത്തിലെ ചൂട് നിലനിർത്തിയിരുന്നത്. കട്ടി കൂടിയ തലയോട്ടി,
ഉന്തി മുന്നോട്ട് നിൽക്കുന്ന പുരുകങ്ങൾ, കനം കൂടി വളഞ്ഞ കൈകാലുകളിലെ അസ്ഥികൾ, പിറകോട്ട് പരന്ന നെറ്റി, ബലിഷ്ഠമായ കഴുത്ത്, വലിയ പല്ലുകൾ, ഇവയെല്ലാം നിയന്ത്രത്താലുകളുടെ പ്രത്യേകതകളായിരുന്നു. ശൈത്യമേഖലയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ രീതികളിലും ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. മുൻ പൂർവികരെ അപേക്ഷിച്ച് ഇവർ ധാരാളമായി മാംസം ഭക്ഷിച്ചിരുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മാംസം മാത്രമായിരുന്നു അവരുടെ പ്രധാന ഭക്ഷണം. തങ്ങളെക്കാളുമെല്ലാം ഒരുപാട് ശക്തിയും വലിപ്പവുമുള്ള വലിയ വന്യമൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിച്ച് വകവരുത്തിയായിരുന്നു അവർ ആഹാരമാക്കിയിരുന്നത്. വ്യത്യസ്ത തരങ്ങളിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളതുകൊണ്ട് വേട്ടയാടൽ അവർക്ക് ഒരുപാട് എളുപ്പമായിരുന്നു. അങ്ങനെ വകവരുത്തുന്ന മൃഗങ്ങളുടെ മാംസം പച്ചയ്ക്കും തീയിൽ ചുട്ടുമായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത്. തണുപ്പത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ പ്രധാന ഭാഗമായിരുന്നു തീ. കൊടിയ ശൈത്യമായിരുന്ന ആ കാലഘട്ടത്തെ അതിജീവിക്കുന്നതിനുള്ള ഏക മാർഗം തീ മാത്രമായിരുന്നു. ഈ തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി അവർ തങ്ങൾ ഭക്ഷണമാക്കുന്ന മൃഗങ്ങളുടെ തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ പുരാതന പൂർവികരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിയന്ത്രത്താൽ മനുഷ്യരുടെ ചിന്താശേഷിയും ബുദ്ധിശക്തിയും ഒരുപാട് കൂടുതലായിരുന്നു. വേട്ടയാടുന്നതിലുള്ള പ്രത്യേകതകൾ ഇത് തെളിയിക്കുന്നതാണ്. തങ്ങളെക്കാൾ ഒരുപാട് വലിപ്പമുള്ള മൃഗങ്ങളെ അവർ നിഷ്പ്രയാസം വേട്ടയാടി പിടിച്ചിരുന്നു. വേട്ടയാടുന്ന വലിയ മൃഗങ്ങളെ പിടികൂടുന്നതിനായി വലിയ വാരിക്കുഴികൾ കുത്തി ആ മൃഗങ്ങളെ ആ ഒരു പ്രദേശത്തേക്ക് ഓടിച്ച് കുഴിയിൽ വീഴ്ത്തി അവിടെ വെച്ച് വകവരുത്തി വലിച്ചു കയറ്റി തല പൊട്ടിച്ച് തലച്ചോറും അസ്ഥികൾ പൊട്ടിച്ച് അസ്ഥിയിലെ മജ്ജയും അവർ ഭക്ഷിച്ചിരുന്നു. വലിയ മൃഗങ്ങളെ ഇങ്ങനെയായിരുന്നു അവർ വേട്ടയാടിയിരുന്നത്. എന്നാൽ ചെറിയ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ആയുധമുണ്ടായിരുന്നു. ബോള എന്നറിയപ്പെടുന്ന 3 കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആയുധം. ഈ ആയുധം തലയ്ക്ക് മുകളിൽ ചുഴറ്റി ഓടുന്ന മൃഗത്തിന് നേരെറിഞ്ഞ് അതിനെ പിടിച്ച് വകവരുത്തിയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ കരയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മൃഗം മാമത്തായിരുന്നു. ഈ ഒരു മൃഗത്തെയും അവർ വെറുതെ വിട്ടില്ല. അവർ മാമത്തുകളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇവയെ ഒറ്റയ്ക്ക് വേട്ടയാടുക സാധ്യമായിരുന്നില്ല. അതിനായി കൂട്ടമായ പരിശ്രമവും ആസൂത്രണവും അത്യാവശ്യമായിരുന്നു. നിയാൻഡർത്താൽ മനുഷ്യർ കൂട്ടമായി സഹകരിച്ചായിരുന്നു ഈ മാമത്തുകളെയെല്ലാം വേട്ടയാടി പിടിച്ചിരുന്നത്. മുൻകാല പൂർവികരെ അപേക്ഷിച്ച് വളരെ സങ്കീർണമായ പല സംസ്കാരങ്ങളും ഇവർക്കിടയിൽ നിലനിന്നിരുന്നു. നിയാൻഡർത്താൽ മനുഷ്യരാണ് മനുഷ്യ പരിണാമ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരെ ബഹുമാനപൂർവ്വം സംസ്കരിച്ചിരുന്നത്. മരിക്കുന്നവരെ അടക്കം ചെയ്തിരുന്ന ശവകുടീരങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവരും പുഷ്പങ്ങൾ വിതറിയിരുന്നു. ചിലർ തങ്ങളുടെ മരിച്ചുപോയവരെ ഗുഹാകവാടത്തിൻ്റെ അടുപ്പിൻ്റെ സമീപത്തായിരുന്നു സംസ്കരിച്ചിരുന്നത്. മരിച്ചയാളുടെ ശരീരത്തെ നിവർത്തിക്കിടത്തി തല ഒരു കല്ലുകൊണ്ടുള്ള തലയണയിലായിരുന്നു വെച്ചിരുന്നത്. ശവശരീരത്തിന് സമീപം ഒരു വലിയ കാട്ടുപോത്തിൻ്റെ കാലും അടക്കം ചെയ്തിരുന്നു. കൂടാതെ ആ ശവകുടീരത്തിനുള്ളിൽ ശരീരത്തോടൊപ്പം അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം അടക്കം ചെയ്തിരുന്നു. പിൽക്കാലത്ത് ഈജിപ്തുകാർ ചെയ്തിരുന്ന രീതികളിൽ തന്നെയാണ് അവരും ഭക്ഷണവും ആയുധങ്ങളും ശരീരത്തോടൊപ്പം സംസ്കരിച്ചിരുന്നത്. മൃതശരീരത്തിന് ആവശ്യമായ പരിചരണവും ശുശ്രൂഷയും നൽകിയില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതവും ശല്യവും ഉണ്ടാകും എന്നുവരെ അവർ കരുതിയിട്ടുണ്ടാകണം. ശവസംസ്കാരത്തിൽ അവർക്ക് പ്രതീക്ഷയും ഭയവും ഭാവി സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നിരിക്കണം. നമ്മെപ്പോലെ തന്നെ നിയാൻഡർത്താൽ മനുഷ്യരും മരണം, ജീവിതം, മരണാനന്തര ജീവിതം ഇവയെപ്പറ്റിയെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകണം. മഞ്ഞുമൂടി കിടന്നിരുന്ന ഈ കാലഘട്ടത്തിൽ സ്കാൻഡിനേവിയൻ പ്രദേശങ്ങളിൽ മധ്യവേനലിൽ പോലും മഞ്ഞുപാളികൾ ഉരുകിയിരുന്നില്ല. ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വൃക്ഷങ്ങൾ പോലും അപ്രത്യക്ഷമായി. കരയിൽ മരങ്ങളില്ലാതായതോടെ നിയാൻഡർത്താൽ മനുഷ്യരുടെ ഏക അഭയസ്ഥാനം ഗുഹകൾ മാത്രമായി മാറി. എന്നാൽ ഗുഹകളെല്ലാം ഇതിനോടകം മാംസഭോജികളുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗുഹകളിലേക്ക് കയറി വരുന്ന മനുഷ്യരെ അവർ ആക്രമിക്കുവാൻ തുടങ്ങി. എന്നാൽ നിയാൻഡർത്താൽ മനുഷ്യർ തങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഈ മൃഗങ്ങളെയെല്ലാം പുറത്തു കടത്തി അവർ തിരികെ കയറാതിരിക്കുന്നതിനു വേണ്ടി ഗുഹാമുഖങ്ങളിൽ വലിയ അഗ്നികുണ്ഡങ്ങളൊരുക്കി. അങ്ങനെ മനുഷ്യർ ഗുഹയിൽ ജീവിക്കാൻ തുടങ്ങി. പിന്നീട് അനേകായിരം വർഷങ്ങൾ ഗുഹകൾ മനുഷ്യരുടെ വാസസ്ഥലമായി മാറി. മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഗുഹാമുഖം, ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത അത്രമാത്രം ഉയരമുള്ള നീരാവി നിറഞ്ഞു നിൽക്കുന്ന ഇരുണ്ട 2000 അടിയോളം നീളമുള്ള ഉൾവശം, ചുണ്ണാമ്പ് വെള്ളം തുള്ളി തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്ന, കാൽസ്യം മുള്ളുകൾ തൂങ്ങിക്കിടക്കുന്ന, ജീവിക്കാൻ വളരെ ദുസ്സഹമായ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഗുഹാകവാടത്തിൽ തന്നെയായിരുന്നു അവർ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. ആഹാരം പാകം ചെയ്തിരുന്നത് പോലും ഗുഹാകവാടത്തിലായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി.
കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ ശാരീരിക പ്രത്യേകതകളുണ്ടായിരുന്ന അവർ ഈ തണുത്ത അവസ്ഥയെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ പൂർണ്ണമായും മൂടിയിരുന്ന ഹിമപാളികൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരധ്രുവത്തിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങി. അതോടൊപ്പം ആ പ്രദേശങ്ങളിലെ തണുപ്പും ഇല്ലാതാകാൻ തുടങ്ങി. തണുത്ത ഭൂമിയിൽ പിറവിയെടുത്ത് ഹിമയുഗത്തിൽ ജീവിക്കുവാൻ സാധ്യമായ ശാരീരിക പ്രത്യേകതകളുണ്ടായിരുന്ന നിയാണ്ടർത്താൽ മനുഷ്യർക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുവാൻ സാധിക്കാതെ വന്നു. അത് അവരുടെ വംശനാശത്തിലേക്ക് വഴിവെച്ചു. മാരക രോഗങ്ങൾ പിടിപെട്ട് നല്ലൊരു വിഭാഗം തന്നെ ഇല്ലാതെയായിപ്പോയി. ഹിമയുഗത്തോടൊപ്പം നിയാണ്ടർത്താൽ മനുഷ്യരും അവസാനിച്ചു. ഈ ഹിമയുഗം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് സമീപത്തുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ തികച്ചും വ്യത്യസ്തരായ 2 വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. അവർ ഒരുമിച്ച് ജീവിച്ചു, ഇണചേർന്നു. അവർ പരസ്പരം യുദ്ധം ചെയ്തു. അങ്ങനെ അവസാനം ഹിമയുഗത്തോടൊപ്പം നിയാണ്ടർത്താൽ മനുഷ്യർ ഇല്ലാതായതോടെ ഈ ഭൂമിയിൽ ഈ ഒരു വിഭാഗം മനുഷ്യർ മാത്രം അവശേഷിച്ചു. അത് നമ്മളായിരുന്നു. ആഫ്രിക്കയിലെ വലിയ മരങ്ങൾക്ക് മുകളിൽ ജീവിച്ചിരുന്ന പുരാതന പൂർവികർ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച വലിയ പരിണാമങ്ങളിലൂടെ അതികഠിനമായ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച് അവസാനം നമ്മളായി മാറി. ഹോമോ സാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ.